ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. ആഹാ, കൊള്ളാലോ. എനിക്കൊരു സംശയമുണ്ട്, എന്താണ് ക്രിസ്മസ്? ഈ ചോദ്യം നിന്റെ അപ്പനോടും അമ്മയോടും ചോദിക്കണം. ആവുന്ന കാലത്ത് സൺഡേ സ്കൂളിൽ വിടാൻ ഞാൻ പറഞ്ഞതാ. ഒന്ന് പറ അപ്പച്ചാ, പ്ലീസ്. നമ്മുടെ രക്ഷകൻ യേശു ജനിച്ച ദിവസമാണ് ക്രിസ്മസ്. ഓഹോ, അതാണോ ക്രിസ്മസ്? മോനെ, യേശു ജനിച്ച കഥ കേൾക്കണോ? യെസ് യെസ്, പറ അപ്പച്ചാ. എന്നാ ശരി, എന്നാൽ വന്നേ. ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ മാലാഖയെ നസറേത്ത് എന്ന പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചു കന്യകയായ മറിയയുടെ അടുക്കൽ അയച്ചു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കുന്നു. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. അവിടെ എലിസബേത്തിന്റെ അടുക്കൽ ചെന്നു അവളെ വന്ദിച്ചു. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ജോസഫിന്റെ സ്വപ്നത്തിൽ ദൈവം ഇക്കാര്യം അവനോട് അരുളി ചെയ്തു. അയ്യോ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? കന്യകയായ മറിയ ഗർഭിണിയായിരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ കാരണം അവൾ ലോകപാപത്തിന് ഇടയാകും. വേണ്ട, ഞാൻ അവളെ ഉപേക്ഷിക്കാം. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം.
ഇപ്രകാരമാണ് മോനെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് വെടിപ്പാക്കിയ യേശു ക്രിസ്തു ജനിച്ചത്.